ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് രാവിലെ അതായത് ഒരു 5 മണി ടൈമിൽ നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. ഒരിടം വരെ പോവാണ് കേട്ടോ ഇന്ന്. എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് റീൽസിലും ഷോർട്സിലൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത്രയ്ക്ക് ഫേമസ് ആണെന്ന് ചോദിച്ചാൽ കൊല്ലത്ത് പലർക്കും ഈ സ്ഥലം അറിയത്തില്ല. എന്നാൽ കൂടി ഇപ്പോൾ ഈ ഇടയായിട്ട് ഒരുപാട് റീൽസിലൊക്കെ കണ്ടുപോകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുക. രാവിലെ ഇറങ്ങിയായിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഇറങ്ങിയ ടൈമിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ അല്ലേ, സോ കറണ്ടൊക്കെ പോയിരിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് നല്ല ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാൽ കൂടി നമ്മൾ പ്രതീക്ഷിച്ച പോലെ മഴയൊന്നും പെയ്തില്ല. മഴ പെയ്യില്ലേ എന്ന് വിചാരിച്ച് തന്നെ പോയത് കേട്ടോ. ചെറിയ മഴയൊക്കെ വേണമെങ്കിലും പെരുമഴ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ട്രാവൽ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്കൂട്ടറിലാണ് പോയത്. അപ്പം 2 വീലറിൽ പോകുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ മഴയത്ത് റെയിൻ കോട്ടൊക്കെ ഇട്ട് പോകുന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ മഴയൊന്നും കാണില്ലെന്ന് വിചാരിച്ചാൽ പോയത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ഒട്ടും തന്നെ മഴ കിട്ടിയില്ല കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ ആയി. സ്ഥലം എവിടാന്ന് അറിയണ്ടേ? ഹലോ ഗായ്സ്, നമ്മളിന്ന് അമ്പനാട് ഹിൽസിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പം 5 എത്താറായി. രാവിലെ ഒരു 5 മണി ടൈമിലൊക്കെ നമ്മൾ ഇറങ്ങിയായിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ കറണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ചായ കുടിക്കാൻ കയറിയതാ. വഴിയെ വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീട് നെടുമങ്കാവാണ് കേട്ടോ. അവിടുന്ന് ഒരു 67 കിലോമീറ്റർ ഉണ്ട് അമ്പനാട് ഹിൽസ് വരെ. പക്ഷെ നമ്മൾ ഒരു 400 രൂപയ്ക്ക് മാത്രമേ പെട്രോൾ അടിച്ചോളൂ. ഓൾറെഡി നമ്മുടെ വണ്ടിയിലൊരു 300 രൂപയുടെ പെട്രോൾ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു 400 രൂപയ്ക്കും കൂടെ അടിച്ചത്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്ത വഴി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് കൊട്ടാരക്കര വഴി നമുക്ക് തെന്മല, അവിടുന്ന് അമ്പനാട് ഹിൽസ് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ ആ വഴി ചൂസ് ചെയ്തില്ല കേട്ടോ. എന്താ വെച്ചാൽ യൂഷ്വലി നമ്മൾ എവിടെ പോയാലും ആ ഒരു ഭാഗത്തോട്ടുള്ള ഏരിയയിൽ പോകുമ്പോൾ ആ കൊട്ടാരക്കര വഴി തന്നെയാണ് പോകുന്നത്. ഭയങ്കര ഫെമിലിയർ ആണ് നമുക്ക് ആ വഴി. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ റൂട്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് മാപ്പിൽ നോക്കിയപ്പോൾ വേറൊരു വഴി കാണിച്ചായിരുന്നു കേട്ടോ. കുളത്തൂപ്പുഴ വഴി. ആയൂര് അഞ്ചൽ കുളത്തൂപ്പുഴ വഴി നമുക്ക് തെന്മല ചെന്ന് കയറാൻ പറ്റും. അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് അമ്പനാടോട്ടുള്ള റൂട്ട് പിടിക്കാം. ആദ്യമായിട്ടാണ് കേട്ടോ ഈ കുളത്തൂപ്പുഴ വഴി നമ്മൾ തെന്മല പോകുന്നത്. തെന്മല റൂട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തൂപ്പുഴയിലോട്ട് കയറി ആ വഴിയെല്ലാം നമുക്ക് റബ്ബറും തോട്ടമാണ് കേട്ടോ കൂടുതൽ കാണാൻ പറ്റിയത്. ആ റൂട്ട് ഫുള്ളും തന്നെ നമുക്ക് റബ്ബറിൻ്റെ ആണ് കുറേ തോട്ടങ്ങൾ കാണാൻ പറ്റുക. അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ റബ്ബർ മരങ്ങളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ നമ്മളെന്ന് പറയുന്ന വേറെ ആരും അല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡാണ്. ഉണ്ണിയും ഞാനും കൂടാണ് പൊതുവെ യാത്ര ചെയ്യുന്നത്, ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. അമ്പനാട് ഹിൽസിലോട്ട് പോകാന്ന് പറയുന്നത് നമ്മുടെ ഒരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഈ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ടൈമിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നേ. പക്ഷെ നമുക്ക് സൺഡേ മാത്രമേ ഒഴിവ് കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങിയായിരുന്നു. അത് കൊള്ളാം. റോഡിൽ നടക്കാണ് അവൻ്റെ കലാപരിപാടി. കഴിഞ്ഞ ദിവസത്തെ മഴയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. റോഡിലൊക്കെ കുറേ മരങ്ങൾ ഇങ്ങനെ ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഈ റൂട്ട് നമ്മൾ കുറേ ആസ്വദിച്ചാണ് കേട്ടോ പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ പോയ വഴിക്ക് നമ്മൾ വേറൊരു സ്പോട്ട് കണ്ടുപിടിച്ചേട്ടാ. കല്ലട ഡാമിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഞങ്ങളെന്തായാലും അവിടെ നിർത്തി നോക്കി കേട്ടോ. എന്തായാലും അകത്തോട്ട് നടന്നു പോകാൻ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോവാ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ഫ്രണ്ടിൽ നടക്കും കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊരു ഹിഡൻ സ്പോട്ട് കണ്ടതാണ്. കല്ലട ആറിന്റെ ഇതാന്ന് തോന്നുന്നു. അങ്ങോട്ട് വഴിയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പോവാമോ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുക. ഒരു വഴി ഉണ്ട്, നമുക്ക് എന്തായാലും അങ്ങോട്ട് നോക്കാം. എന്തുവാടിയോ കാണിക്കുന്നത്? എന്റെ ഉള്ളിലെ സന്തോഷമാണ് ഞാൻ ചാടി ചാടി ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. ഒന്നുകൂടെ കാണിക്കാം.
ഞങ്ങൾക്ക് ശരിക്കും കൊട്ടാരക്കര റൂട്ട് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു വീട്ടിൽ. പക്ഷെ ശരിക്കും ഞങ്ങൾ അത് സ്കിപ്പ് ചെയ്തിട്ട് മാപ്പിൽ നോക്കിയപ്പോൾ അഞ്ചൽ ആയൂര് വഴി നമുക്ക് പോകാനൊരു കുളത്തൂപ്പുഴ വഴിയൊക്കെ പോകാനൊരു റോഡുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ റൂട്ട് പിടിച്ചിട്ട് വന്നപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. നമ്മൾ കൊട്ടാരക്കര റൂട്ടൊക്കെ കുറെ പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ സിമിലിയർ ആയിരിക്കും. അപ്പൊ നമ്മള് ഈ റൂട്ട് പിടിച്ചോണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടിയത് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്ത് കിടക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് അറിയത്തില്ല. ഒരിക്കലും നമ്മൾ ഇന്ന് അകത്തോട്ടൊന്നും ഇറങ്ങാൻ പോകില്ല കേട്ടോ. നല്ല ഒഴുക്കുണ്ട്, കണ്ട് ആസ്വദിച്ചിട്ടങ്ങ് പോവും, അത്രേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആട്ടോ, കണ്ടില്ലേ? നല്ല ഒഴുക്കുണ്ട് കേട്ടോ. മഴ പെയ്ത് കിടക്കുന്നുണ്ട്. ഒരിക്കലും ഇതിനകത്തോട്ടൊന്നും ഇറങ്ങിക്കളയില്ല കേട്ടോ പോകുന്നത്. ഗൈസ്, നമ്മള് തിരിച്ചു പോവാണ് കേട്ടോ. ഇറങ്ങി ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ ഇവിടെ തിരിക്കാം കേട്ടോ. നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങി ഗൈസ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഫുൾ കാട് തന്നെയായിരുന്നു. നല്ല നിശബ്ദമായിട്ട് കിടക്കുന്ന കാടാണ് കേട്ടോ. അധികം സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കിളിയുടെയും മറ്റേ ചീവീടിൻ്റെയൊക്കെ സൗണ്ട് ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു നല്ലൊരു വഴി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും തോറും നമ്മൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡാമിൻ്റെ അടുത്ത് എത്തി, തെന്മല ഡാമിൻ്റെ അടുത്ത് എത്തിയായിരുന്നു കേട്ടോ. നേരെയുള്ള റോഡിൽ തന്നെ പോയാൽ മതി. സൈഡിലോട്ടൊക്കെ റോഡുണ്ട്, 4 റോഡായിട്ടാണ് തിരിയുന്നത്. പക്ഷെ നമുക്ക് നേരെയുള്ള റോഡിലോട്ടാണ് പോകേണ്ടത്. നല്ല ഡാം എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുറ്റും കാട് തന്നെയാണ്. തെന്മലയൊക്കെ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പുറത്തും ഇപ്പുറത്തും കുറേ മരങ്ങളുള്ള പ്രദേശമാണ്. തണുപ്പ് നല്ല രീതിക്കുണ്ട്. വെളുപ്പിനെ പോയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോടയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. വീടിൻ്റെ മുകളിലൊക്കെ, മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ കോട ഇറങ്ങി വരുന്നത് നമുക്ക് ഈ വണ്ടി പോകുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ പോകാം. ബൈക്കിലൊക്കെ പോകുമ്പോൾ ആ ഒരു തണുപ്പും കാറ്റും ഇതൊക്കെ ഇങ്ങനെ കിട്ടി പോകുമ്പോൾ ഒരു രസമല്ലേ. അപ്പം രാവിലെ നിങ്ങൾ ഇറങ്ങിക്കോളൂ കേട്ടോ. എന്തായാലും ഞങ്ങൾ കുറേ ദൂരം പോയപ്പോൾ കുറേ ട്രാവലേഴ്സിനെ കണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ നമ്മൾ തിരിച്ചു വരുന്ന ടൈമിൽ അവർ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പം കിടന്ന് വീട്ടിൽ മൂടിപ്പൊതച്ച് ഉറങ്ങാതെ നമ്മൾ രാവിലെ എണീറ്റ് ട്രിപ്പിനങ്ങ് പോവുക. ട്രിപ്പിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിന് തന്നെ ഇറങ്ങണം കേട്ടോ. എന്നാലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടൊരു 4 മണി ടൈമിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അടിപൊളി വ്യൂ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ തെന്മല ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബ്രിഡ്ജ് നേരെ ചുവന്ന് വീഡിയോ എടുക്കാൻ കിട്ടിയത്. എന്താ വെച്ചാൽ ഈ വഴി കൂടെ ഞാൻ എപ്പം പോയാലും ഒരുപാട് തിരക്കായിരിക്കും കേട്ടോ. വണ്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പാർക്ക് ചെയ്തിരിക്കും, അല്ലെങ്കിൽ യാത്രക്കാർ കാണും വഴിയിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബോർ അവസ്ഥയിലാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പം നമ്മൾ കഴുതുരുട്ടി ജംഗ്ഷൻ എത്തി കേട്ടോ. അവിടുന്ന് ഇടത്തെ സൈഡിലോട്ട്, അതായത് തെന്മലയിൽ നിന്ന് വരുമ്പോൾ ഇടത്തെ ഭാഗത്തോട്ടുള്ള റോഡിലോട്ടാണ് കയറേണ്ടത്. അപ്പോൾ ഇതുപോലൊരു വഴിയൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ അങ്ങ് പോയാൽ മതി അമ്പനാട് ഹിൽസിലോട്ട്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം വഴിയൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഈയിടെയൊക്കെ ആയിട്ട് ഗൂഗിൾ മാപ്പ് നമുക്ക് പണി തന്നിട്ടേ ഉള്ളൂ കേട്ടോ. അത്ര വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്തായാലും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെയാണ് പോയത്. ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ അടുത്ത ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വഴി തന്നെ ആണോ എന്നുള്ളത്. അപ്പം നേരെ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ആദ്യം കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വൽ റബ്ബറിൻ തോട്ടം തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ കുളത്തുപുഴ വഴിയൊക്കെ കണ്ടതിനെ കാട്ടി കൂടുതലും ഇവിടെ റബ്ബറിൽ എന്താ പറയുക പാലെടുക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ എല്ലാ റബ്ബറും അവർ പാലെടുക്കാൻ വേണ്ടി തന്നെ, അല്ലാതെ ചില സ്ഥലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ നിൽപ്പുണ്ടെങ്കിലും അതിൽ സ്ഥിരമായിട്ട് പാലെടുക്കുന്നില്ല എന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇവിടെ എന്തായാലും എല്ലായിടത്തും റബ്ബർ എടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാരും നിൽപ്പുണ്ടായിരുന്നു. രാവിലെ നമ്മൾ പോയ ടൈമിൽ അവരവരുടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഹായ്, കണ്ടോ, ഞാൻ സ്കൂട്ടറൊന്നും ഓട്ടിക്കാറില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഓട്ടിക്കാറുള്ളൂ. ഈ വഴിയിലൊന്നും ഓട്ടിച്ചില്ലായിരുന്നു.
അപ്പോൾ ഫുൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാറിൽ വരുന്നതിനെക്കാട്ടി സുഖം സ്കൂട്ടറിൽ വരുമ്പോൾ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഈ കാഴ്ചകളൊക്കെ കുറച്ചും കൂടെ അടുത്തിങ്ങനെ കാണാം. അപ്പോൾ ഇത് റബ്ബർ ഷീറ്റിൻ്റെ എന്തോ ഒരു സ്ഥലമാണിത്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. കാണാൻ ഒരു ഭംഗിയുണ്ടായതിൻ്റെ ഫോട്ടോ എടുത്തതാണ്, അല്ല വീഡിയോ എടുത്തതാണ്. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇന്ന് നമുക്ക് ഒട്ടും തന്നെ മഴ കിട്ടിയില്ല. പക്ഷേ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, പക്ഷേ വലിയ മഴയൊന്നും വരില്ലെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വലിയ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച കണക്ക് ചെറിയ ചാറ്റൽ മഴയൊന്നും കിട്ടിയില്ല. എന്നാലും ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മഴ പെയ്യാൻ പോകുന്നു, ഇപ്പം പെയ്യും എന്ന രീതിയിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ പെയ്തില്ല. നല്ലൊരു കോടയൊക്കെ നിറഞ്ഞ് ഒരു അടിപൊളി ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ മഴ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ഒരു വൈബായിരിക്കും. മഴ നനയാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇപ്പം ട്രാവൽ ചെയ്തുകൊണ്ട് മഴയൊക്കെ നനയണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മഴ സമയത്ത് പോയി നോക്കൂ. പിന്നെ ഇടയ്ക്ക് ഒന്ന് കാല് കഴുകാൻ കയറിയായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങി എൻ്റെ കാലിൽ ചെളി ആയായിരുന്നു, എനിക്ക് ചെറിയ അലർജി ഉണ്ട് ചെളിയൊക്കെ ആയാൽ. അപ്പോൾ ഞാൻ കാല് കഴുകിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. ചേട്ടൻ എന്താ ചേട്ടാ? നെടുമ്പാറ. അമ്മയോട് പോകണം. അമ്പനാട് പോകണം. അവിടെ ചെന്നിട്ട് നൈറ്റിൽ പോകണം കേട്ടോ. അവിടെ ഇതിനെ കൂടെ വറുത്തൊക്കെ പോയാൽ നേരെ പോയത് കേട്ടോ. ഇങ്ങനെ പോട്ടെ, ഇവിടെ വറുത്ത് നേരെ പോയത്. താങ്ക്സ് ചേട്ടാ. അങ്ങനെ നമ്മളിതാ വീണ്ടും നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ പോകുന്ന വഴി ഫുള്ളും. നമ്മളൊരു മതിലിൻ്റെ മണ്ടയ്ക്ക് മയിലിരുന്ന് അയവിറക്കുന്ന കണ്ടു ഗൈസ്. അങ്ങനെ അതിനെ ഒന്ന് സ്പോട്ട് ചെയ്യുമായിരുന്നു. കൊള്ളാല്ലേ, ആൺമയിലാണ് ഗൈസ്, മയിൽപീലിയൊക്കെ ഉണ്ട്, പക്ഷെ വിരിച്ച് കാണിച്ചില്ല ഗൈസ്. ദുഷ്ടനാണ് ഗൈസ് അവൻ, ദുഷ്ടൻ. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, വിരിക്കടാ എന്ന് പറഞ്ഞിട്ട്. അവനിങ്ങനെ ഞങ്ങൾ പേടിച്ച് ഞങ്ങളെ അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നടന്ന് പോവായിരുന്നു. നമ്മൾ 2 മയിലിനെ സ്പോട്ട് ചെയ്തേക്കാണ്. നേരത്തെ ഒരെണ്ണത്തിനെ കണ്ടായിരുന്നു. ഇവിടെ 2 ട്വിൻസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ചുമ്മാ പറഞ്ഞാൽ 2 എണ്ണം ഇങ്ങനെ അങ്ങനെ കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഒരു പശുമ്പ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു കണ്ടു ഗൈസ്. കണ്ടോ, അവൻ സിംഗിളാണെന്ന് തോന്നുന്നു ഗൈസ്. സിംഗിൾ പാവം. ഇവിടെയുണ്ട് സിംഗിൾസ്. പിന്നെ കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ തന്നെ കഴുതച്ചക്ക തോട്ടങ്ങളായിരുന്നു കേട്ടോ. കുറേ കഴുതച്ചക്ക തോട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഗൈസ് നമ്മൾ തിരിച്ച് പോകുന്ന വഴി കുറച്ച് കള്ളന്മാരെ കണ്ടായിരുന്നു ഗൈസ്. അതൊന്നുമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി കഴുതച്ചക്ക മോഷ്ടിച്ചിട്ട് കുറച്ച് കള്ളന്മാരൊക്കെ പോയായിരുന്നു. ലൈക്ക് ട്രാവൽ എന്ന് പറഞ്ഞ് വന്ന കുറച്ച് പിള്ളേർ. അവന്മാർക്ക് ഇതൊക്കെ ഒരു രസമായിരിക്കും, പക്ഷേ ഇത് ഓരോരുത്തരുടെ അധ്വാനമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതൊക്കെ പോട്ടെ. നമ്മൾ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ നേരത്തെ പോയ പശുമ്പയുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു ഗൈസ്, ചട്ടമ്പികൾ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മളങ്ങ് അവന്മാരെ ഓട്ടിച്ച് വിട്ടു. എന്തായാലും നമ്മൾ എത്താറായി ഗൈസ്. കുറച്ച് ദൂരം കൂടെ പോയാൽ മതി. ഉള്ളിലോട്ട് പോകും തോറും നമുക്ക് നല്ല കോട കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ആ ഒരു ടെക്സ്ചർ, മഞ്ഞിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയൊക്കെ ഇല്ലേ, അതൊക്കെ ആസ്വദിച്ചങ്ങ് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. വീണ്ടും ഈ പശുമ്പ ഒറ്റയ്ക്ക് പോകുമായിരുന്നു ഗൈസ്. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാനിവിടെ ചാടി ഇറങ്ങി അവനെ ആശ്വസിപ്പിക്കാനായിട്ട് നടന്നു പോവുകയാണ് ഗൈസ്. ഒരു പാവം കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ ഒന്ന് തലോടാൻ പോയപ്പോൾ അവൻ കാണിച്ചത് കണ്ടു. ഞാനൊന്നും ചെയ്യത്തില്ലടാ നിന്നെ, നീ എന്തിനാണ് അത്ര കിടന്ന് പേടിക്കുന്നത്? ഞാനൊരു പാവല്ലേടാ കുട്ടാ. ഞാനിന്ന് കുത്തു മേടിക്കല്ലേ പോരെ, എന്നെ കണ്ട് ഓടിയത്. ഇങ്ങ് വന്ന എന്നെ കുത്തു മേടിക്കാതെ. ഉണ്ണി അങ്ങനെ പറഞ്ഞോണ്ടൊന്നുമല്ല, അതിനി എന്നെ കണ്ട് പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോരുന്നതാ. നിർത്തിയതിൻ്റെ ഫ്രണ്ടിൽ ഒരു പാലം ഉണ്ടായിരുന്നു ഗൈസ്, കുഞ്ഞു പാലം. അതിനടിയിലായിട്ട് കുറച്ച് വെള്ളച്ചാട്ടം പോലെ നല്ലൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലോട്ട് പോയി നോക്കിയപ്പോഴാണ് ഗൈസ് ഉള്ളിലോട്ടൊക്കെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് നമുക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ടിട്ട് ആ വെള്ളത്തിൽ ഇച്ചിരി മുഖമൊക്കെ കഴുകിയിട്ട് ഞാനിങ്ങ് പോരുന്നു കേട്ടോ.
നമ്മൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് തിരിച്ചാട്ടോ. അപ്പം മുകളിലോട്ട് ഇനി ഫുള്ള് ഹൈ റേഞ്ച് ആണ് കേട്ടോ. ഒരു അമ്പലമൊക്കെ കണ്ടായിരുന്നേ. തമിഴ്നാട് സെറ്റപ്പാണ്, അതായത് ഒരു ഒരു തമിഴ്നാട് സെറ്റപ്പ് അമ്പലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, വിഗ്രഹങ്ങൾ ഫുള്ള് കളർഫുള്ളായിരിക്കും, അതുപോലെ അമ്പലവും അടിപൊളി കളറായിരിക്കും. അപ്പം ഒരു ആലിൻ്റെ അടിയിലായിട്ടാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, തണലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഓൾറെഡി അമ്പനാട് ഹിൽസ് ഉള്ളിലോട്ട് ഫുള്ള് മരങ്ങളായതുകൊണ്ട് നല്ല തണലാണ്. അപ്പോൾ ഇതിനടിയിൽ ഇരുന്നപ്പോൾ ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. ഗൈസ്, നമ്മളൊരു ഹിഡൻ സ്പോട്ടിലാട്ടോ വന്നിരിക്കുന്നത്. അമ്പനാടോട്ട് വന്ന വഴിക്ക് നമ്മളൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു വാട്ടർഫോളാണ് കണ്ടു. ഇപ്പം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. നമുക്കത് പോയി കണ്ടിട്ട് വരാം കേട്ടോ. എനിക്കല്ല പേടിയുണ്ട്, ഞങ്ങളിവിടെ ഒറ്റയ്ക്കേ ഉള്ളു, വേറെ ആൾക്കാരൊന്നുമില്ല. എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക ഗൈസ് ഈ വാട്ടർഫോൾ കാണാൻ തന്നെ. മഴ പെയ്ത് കിടന്നുകൊണ്ട് തന്നെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല വെള്ളവും ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മൾ കുറേ നേരം അത് കണ്ട് ആസ്വദിച്ച് അവിടെ നിന്നുപോയി. പക്ഷെ ഒരു കുപ്പി ഇരുന്ന് കണ്ടോ ഗൈസ്, അവിടെ ഏതോ തിണ്ടികൾ അവിടെ മദ്യപിച്ചിട്ട് കൊണ്ടുവച്ചാണ് കേട്ടോ. എന്ത് മോശം പരിപാടിയാണ് നോക്കിയതൊക്കെ. പക്ഷേ ഇവിടെ ഉണ്ടായ പ്രോബ്ലം എന്താണെന്നറിയാം ഗൈസ്, ഇത് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും വന്നെന്നിരിക്കത്തില്ല. പക്ഷെ അറിഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ കാണിക്കുന്ന ഇമ്മാതിരി പരിപാടിയാണ് കേട്ടോ. കുട്ടികളുടെ സ്നഗ്ഗി കൊണ്ടിടുക, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ, മദ്യപിക്കുന്ന കുപ്പികൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഫുഡ് കൊണ്ടുവന്നിട്ട് അത് എറിഞ്ഞിടുക, ഇങ്ങനത്തെ പരിപാടിയാണ് ഇവിടെ ഫുള്ള് കണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വെറും ഒരു ഗസ്റ്റ് മാത്രമാണ് ഈ കാടിന് സ്വന്തക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളും വൃക്ഷങ്ങളും മാത്രമാണ്. അപ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോഴാണ് ഈ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലോട്ടൊക്കെ വരുന്നത്. ശരിക്കും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ കാണിച്ചിടുകയാണെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെയല്ലേ അവർക്കും. അത് മാത്രമല്ല, നമ്മൾ കൊണ്ടുവരുന്ന ഫുഡിൽ ഒരുപാട് സോൾട്ട് ഉണ്ട്. അപ്പം ഈ സോൾട്ടി കണ്ടൻ്റ് ഒന്നും പൊതുവെ കാട്ടിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാസ്റ്റിക് മൊത്തത്തിലെടുത്ത് വിഴുങ്ങും. അവർക്ക് അറിയത്തില്ലല്ലോ സെപ്പറേറ്റ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് വയറ്റിനൊക്കെ ഒരുപാട് അസുഖം വന്ന് ഡൈജഷൻ പ്രോബ്ലമൊക്കെ വന്നിട്ട് ഒരുപാട് അനിമൽസ് അങ്ങ് മരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുപ്പിച്ചില്ലുകൾ, ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളിൽ, പ്ലാസ്റ്റിക് ഡപ്പകളിലൊക്കെ തല ഉരുങ്ങിയിട്ടും പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ തല ഉരുങ്ങിയിട്ട് ഒരുപാട് മൃഗങ്ങൾ മരിച്ചൊക്കെ പോകുന്നുണ്ട്. പൊതുവേ നമ്മൾ കാട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇമാതിരി പരിപാടിയൊന്നും കാണിക്കാതിരിക്കുക. എന്തായാലും നമ്മളവിടെ എത്തി ഗൈസ്. തൻ്റെ എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയായിരുന്നു, എൻട്രൻസ് ആയി ഗൈസ്. നമ്മൾ എത്തിക്കഴിഞ്ഞ അതിൻ്റെ എൻട്രിയിൽ അപ്പം ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് വരുന്നത്. വണ്ടിയിൽ തന്നെ പോവാം. ഇവിടാണ് കൊടുക്കുന്നത് കേട്ടോ 100 രൂപ എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക്. നമ്മൾ ശരിക്കും നല്ലൊരു ക്ലൈമറ്റിൽ തന്നെ കേട്ടോ വന്നത്. അതായത് ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ വരുന്നുണ്ട്, കോട വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്ക് നല്ല കാറ്റ്, നല്ല വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഇത്രയും നേരം കിട്ടിയത് നല്ല ക്ലൈമറ്റാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല. അതാണൊരു ഭാഗ്യം. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു ചെറിയ കടയുണ്ട് ഗൈസ്. അവിടെ നിന്ന് ചെറിയ സ്നാക്സും ചായയൊക്കെ കുടിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടൂല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ ഇതാണ് തേയിലത്തോട്ടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. സീസൺ അല്ലായിരുന്നു, അതുകൊണ്ട് തേയില നുള്ളുന്നൊന്നും ഇല്ലായിരുന്നു ആൾക്കാർ. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മൂന്നാറിൻ്റെ അത്ര ഇല്ലെങ്കിലും ചെറിയൊരു മിനി മൂന്നാർ ലുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ കൊല്ലത്തെ ഏക ടീ എസ്റ്റേറ്റ് കൂടാണ് കേട്ടോ ഈ അമ്പനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. നല്ല മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഉള്ളിലോട്ട് പോകുമ്പോഴൊക്കെ. ആദ്യം കയറി ചെന്നപ്പോൾ തന്നെ കുറേ ജാതിത്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ, പിന്നെ കുറേ റബ്ബർ, പിന്നെ തേക്ക് മരങ്ങൾ, ഇങ്ങനെ ഒരു ചെറിയ റോഡും അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളും, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ തന്നെ കാണാൻ നല്ല മനോഹരമായിരുന്നു കേട്ടോ ഫുള്ള്.
പിന്നെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാം. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ വിശപ്പ് അങ്ങ് ശമിച്ചായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടുന്ന് ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ചില്ല. പിന്നെ കയറിയിട്ട് കുറച്ച് സ്നാക്സ് മേടിച്ചായിരുന്നു. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറിച്ച് പോകാം, വിശപ്പ് വന്നാലെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞ ഒരു ചെറിയ സെറ്റപ്പാണ് ചായക്കട. പണ്ടത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നേ. നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് പോയപ്പോൾ സത്യം പറഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂടുമായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, തേയിലത്തോട്ടങ്ങളും മരങ്ങളും കല്ലും പാറയൊക്കെ നിറഞ്ഞിങ്ങനെ അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ടാണ് ഇത് കാത്തു സൂക്ഷിക്കുന്നത്. എന്താ വെച്ചാൽ വലിയ രീതിക്ക് ഇവിടെ വേസ്റ്റും, അതായത് ഇപ്പം പ്ലാസ്റ്റിക് വേസ്റ്റൊന്നും ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഞാൻ കണ്ടില്ല. നല്ല രീതിക്ക് തന്നെ കിടക്കാണ് കേട്ടോ. അപ്പം ആ കാടിൻ്റെ ഭംഗി അവർ നല്ല രീതിക്ക് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് പോകുന്ന വഴികളിലൊക്കെ. ചിലരൊക്കെ അവിടെ നിന്ന് കാല് കഴുകുന്നുണ്ട്, വണ്ടി കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിങ്ങനെ പോകാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ചിലർക്ക് വണ്ടിയൊന്നും കയറുന്നില്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇച്ചിരി ഹൈ റേഞ്ചാണ്. പിന്നെ ഒരു കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡുകളൊക്കെ ആയിരുന്നു. അപ്പം ചിലരുടെയൊക്കെ വണ്ടിക്ക് വലിയ പുള്ളിങ് ഇല്ലായിരുന്നു. പിന്നെ കയറി വന്നപ്പോൾ ഉണ്ടല്ലോ 2 മലകൾ, അവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കയറി നിന്ന് കൂവുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം. പിന്നെയാണ് മനസ്സിലായത് ഇതാണ് വ്യൂ പോയിൻറ്റ്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് ചെന്ന് വ്യൂ ഒക്കെ കാണാൻ പറ്റുമായിരുന്നേ. നമ്മൾ വേറൊരു സ്പോട്ടിലോട്ട് എത്തി കേട്ടോ. അതൊരു പാറൊക്കെയാണ്, അങ്ങോട്ട് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാവേ. നമ്മൾ അമ്പനാട് എസ്റ്റേറ്റ് അതിന്റെ വ്യൂ പോയിന്റ് എത്തി കേട്ടോ. ഫൈനലായിട്ട് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാതെ. അതാണ് കേട്ടോ വ്യൂ പോയിന്റ് വരുന്നത്. അപ്പുറത്ത് ആ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടാവും. അവിടെയൊക്കെ വേറൊരു വഴി കൂടെ പോകണം അങ്ങോട്ട് കയറാനായിട്ട്. നമ്മളിപ്പുറത്ത് മലയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു ഗൈസ്. സെയിം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തെന്മല എത്തിയപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. നാടൻസ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ പൊതിച്ചോറാട്ടോ മേടിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. ചൂട് ചോറായിരുന്നു കേട്ടോ. വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ചൂട് ചോറ്, മുട്ട ഉണ്ടായിരുന്നു, മീൻ വറുത്ത ഉണ്ടായിരുന്നു, തോരൻ, അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ, മോര്, പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു ബീഫ് ഫ്രൈയും കൂടെ മേടിച്ചു കേട്ടോ. ബീഫ് റോസ്റ്റും കൂടെ മേടിച്ചു നോൺ വെജായിട്ട്.
അപ്പം അത് ഓൾറെഡി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കഴിച്ച് തീർക്കുന്നതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചിട്ട് ബാക്കി വന്നായിരുന്നു കേട്ടോ. രണ്ടുപേരും പൊതിച്ചോറാണ് മേടിച്ചത്, പിന്നെ ഒരു ബീഫ് റോസ്റ്റും മേടിച്ച് അന്തസ്സായിട്ട് കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. നമ്മൾ വയറും മനസ്സും നിറഞ്ഞു നമ്മൾ വീട്ടിലോട്ട് തിരിച്ചേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളി ഒരു ദിവസമായിരുന്നു, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും കൊല്ലത്തുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യൂ കേട്ടോ.